പുളിക്കൽ കോരിക്കുണ്ട് ബൈപ്പാസ് റോഡ് നിലമ്പൂർ റോഡിൽ നിന്നും കാളിയാർ റോഡിലേക്ക് വളരെ സൗകര്യത്തോട് കൂടിയിട്ട് പോകാൻ കഴിയുന്ന ഒരു ബൈപ്പാസ് റോഡാണിത്. മുന്നേ ആസാദാക്ക ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് നടക്കാതെ പോയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അതിനുള്ളൊരു മറുപടി ഒന്ന് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞാൽ ഇതിന്റെ സ്ഥല ഉടമകളുടെയൊക്കെ സഹകരണം വേണം. അപ്പൊ ഇപ്പോഴത്തെ എൻ്റെ ഒരു അന്വേഷണത്തിലും അതുപോലെ തന്നെ ഞാൻ എല്ലാവരായിട്ടും ഇടപഴകിയിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ ഉടമകളൊക്കെ 100% വിട്ടുതരാൻ തയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നില്ലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബൈപ്പാസ് റോഡിന് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വണ്ടൂരിന്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ അവരോട് ഞാൻ ഇതിനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്തൊരു ടൈമിൽ UDF ഭരണം കിട്ടുന്ന ഒരു കാലയളവിൽ എന്തായാലും ഈ ഒരു ബൈപ്പാസ് കൊണ്ടുവരും. അതിന് വേണ്ട ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ നൽകാമെന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാവുന്നതിന് വേണ്ടിയിട്ടും ഇന്ന് ഈ സ്ഥലത്തിന്റെ ഉൾപ്പെടെ അതായത് 1 കിലോമീറ്ററും 1.5 കിലോമീറ്റർ തികയില്ല, 1 കിലോമീറ്ററും ഒരു 250-300 മീറ്റർ വരുന്നുള്ള ദൂരം. അപ്പൊ എന്തായാലും ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബൈപ്പാസ് റോഡിനായിട്ട് തന്നെ റിംഗ് ആയിട്ട് വരുന്ന കണക്ട് ചെയ്യുന്ന ഒരുപാട് റോഡുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് സഹായമാവുന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ ഒരു ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കണം എന്ന് കരുതിയിട്ട് ഇന്ന് ഇതിന്റെ പിന്നാലെ നല്ല ഒരുപാട് ദിവസങ്ങളായിട്ട് ബഹുമാനപ്പെട്ട MLA അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരിക്കലും ഈ ഒരു അമ്പിച്ച ഒരു ഫണ്ട് വെക്കണ്ട, ഭാരിച്ചൊരു ഫണ്ട് തന്നെ ഇതിന് വേണ്ടി വരും. എന്തായാലും സ്ഥലം ഏറ്റെടുപ്പും അതുപോലെ തന്നെ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അത് കോടികൾ തന്നെ വേണ്ടി വരുന്നില്ല ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ ഒരു കാരണവശാലും ഗ്രാമപഞ്ചായത്തിനകത്ത് ഇത്തരം ഫണ്ടുകൾ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ MLA കണ്ടതും MLA അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉറപ്പ് തന്നതിൽ അടുത്തൊരു ഭരണ കാലയളവിൽ എന്തായാലും ഇത് യാഥാർത്ഥ്യമാവും. അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം തന്നെ ഈ ഒരു കാര്യത്തിലുണ്ട് എന്നെല്ലാം കൂടിയാണ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്.